അങ്ങനെ ഇരുട്ടിലല്ല മൂടൽമഞ്ഞിൽ താജ്മഹലും കണ്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകുന്നു. ഹോട്ടലിലെത്തി ഫുഡും കഴിച്ച് നമ്മുടെ സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കുറച്ച് ദൂരെയാണ്. പിന്നെ അവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകും. ഇവിടെ ഒരാൾ എന്താ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ആള് താജ്മഹലിൽ പോകാൻ വേണ്ടി നല്ല വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയതായിരുന്നു. പക്ഷേ കറി വീണ് വൈറ്റ് ഡ്രസ്സ് കൊളായി പോയി. ഇനി അടുത്ത സ്ഥലത്തോടും ഈ ഡ്രസ്സിൽ തന്നെ പോയിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. അതിന്റെ സങ്കടമാണ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഒരു 3-4 മണിക്കൂർ എടുത്തെന്ന് തോന്നുന്നു ഞങ്ങൾ അടുത്ത സൈറ്റിലോട്ട് തന്നെ ഇരിക്കും. അങ്ങനെ പാട്ടും ഡാൻസിനൊക്കെ ശേഷം ഞങ്ങൾ എത്തിയത് ഫത്തേഹ്പൂർ സിക്രിയിലാണ്. ഇത് ആഗ്രയുടെ വെസ്റ്റ് ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. കണ്ടാൽ നമ്മുടെ റെഡ് ഫോർട്ട് പോലെയൊക്കെ തന്നെ തോന്നും. കാരണം ഫുള്ള് ചെങ്കല്ലുകൊണ്ടൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ മാല വിൽക്കുന്നവരും പിന്നെ വേറെ എന്തൊക്കെ വിൽക്കുന്നവരൊക്കെ കണ്ട് എല്ലാവരും അത് വാങ്ങാനൊക്കെ നിന്നു. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ മസ്ജിദ്. ഇതിനുള്ളിലൂടെ നോക്കിയാൽ മസ്ജിദ് കാണാം. പക്ഷെ അങ്ങോട്ട് ചെരുപ്പ് ഒരുക്കി കയറേണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും അതിനുള്ളിലോട്ട് കയറിയില്ല. പിന്നെ നമ്മൾ അവിടെ എല്ലാം ചുറ്റി കണ്ടു ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ. ഇവിടെ നല്ലൊരു ഫോട്ടോഗ്രാഫി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയും ബാക്കിലുള്ള ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാനും കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ അത്യാവശ്യം നല്ല ട്രാവൽ ഓവർനൈറ്റ് ജേണിയാണ്. അതുകൊണ്ട് നമ്മൾ അധികം ഒരുപാടൊന്നും ലാഗാക്കാണ്ട് ഒരു വൈകുന്നേരത്തോട് കൂടി അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത പ്ലേസിലോട്ട് പോവാണ്. ഏത് പ്ലേസ് ആണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് കാണുന്നത് കടുകത്തോട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകുന്നത് ഗസ് ചെയ്യാൻ മറക്കാതെ. ബൈ.